മതി മതി. എന്താ മോളെ ഇത്? മോളെ ദേഹം അലക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മതി, ഇനി പിന്നെ മതി മതി മോളെ, മതി മതി മോളെ 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 അമ്മുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ മാറി മാറി ഉമ്മ വെച്ച് എന്നോട് യാത്ര പോലും പറയാതെ നീ പോയില്ലേ? ഞാൻ നിന്നോട് പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ആരും ശല്യപ്പെടുത്താതെ നിനക്കിഷ്ടപ്പെട്ട ഈ വയലിൻ കൂട്ടിൽ നിന്നെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ വിട്ടില്ലേ ഞാൻ? വയ്യ മോളെ, നിന്റെ അടുത്ത് വരാൻ കൊതിയായി. അളിയൻ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. നീ ഹോസ്പിറ്റലിൽ പോയോ? അവിടുന്നാ വരുന്നേ. അമ്മൂനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പച്ചി പറഞ്ഞു. ഡാഡി വന്നിട്ടേ വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കുക. നീ വാ. എന്താ ഒരു വല്ലായ്മ? ഒന്നും കഴിച്ചില്ലേ? എന്താ ഒന്നും പറയാത്ത? എന്തു പറയാൻ, എഴുതാൻ പറ്റുമായിരുന്നു ഞാൻ ഒരു കഥ എഴുതുമായിരുന്നു. വേണു, നിന്റെ കഥ, കൂടെ ശിങ്കിടിയായി ഞാനുമുള്ള കഥ. നിന്റെ രാജവും കൊണ്ട് എത്ര പേര് രക്ഷപ്പെട്ടു, ഞാൻ ഉൾപ്പെടെ. അതനുഭവിക്കാനുള്ള യോഗം ഞങ്ങൾക്കാ. രാജാവായ വേണുഗോപാലിന് മനസ്സമാധാനം പോലുമില്ല. പക്ഷെ എന്തിനേയും നേരിടാനുള്ള കരുത്ത് നിനക്കുണ്ട്. നിന്നെ പരീക്ഷിച്ച് മതിയായില്ല എന്ന് തോന്നുന്നു ദൈവത്തിന്. കാര്യം പറ. എന്താ കാര്യം? പറ. വേണു, അമ്മൂന് അമ്മോനെ അമ്മൂന് അവളുടെ അമ്മയുടെ അസുഖം തന്നെ. No. 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 ഫേസ് ചെയ്തേ പറ്റൂ. എനിക്കതല്ലേ പറയാൻ കഴിയൂ. ആശുപത്രി നിന്നെയും കാത്ത് നിൽക്കുക അമ്മു. അവൾക്കറിയില്ലേ കാര്യം? എല്ലാം നിന്നോട് പറഞ്ഞ് സമാധാനിപ്പിച്ചേ കൊണ്ടേയല്ലാവൂന്ന് അപ്പച്ചി പറഞ്ഞിരിക്കുന്നു. ചിരിച്ചുകൊണ്ടേ അവളെ കാണാവൂ. അവളുടെ മുമ്പിൽ നിന്റെ കണ്ണുകൾ നിറയരുത്. വേദനയെല്ലാം മനസ്സിലൊതുക്കി ഒരിക്കൽ കൂടി നിനക്ക് വേഷം കെട്ടേണ്ടിയിരിക്കുന്നു. അമ്മുവിന്റെ പുന്നാര ഡാഡിയായിട്ട് അവൾ നീ കൊഞ്ചിക്കണം, ചിരിപ്പിക്കണം, കളിപ്പിക്കണം. അറിയാം അറിയാം ഉണ്ണി. കളിപ്പാട്ടം പോലൊരു ഡാഡി ആകാം. ഞാൻ എക്സ്പീരിയൻസ് തരും. പ്ലീസ് കണ്ടു കണ്ടു. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയോ? അല്ല ഫ്രെഡി അങ്കിളെ, മുണ്ടൂല. I'm sorry മോളെ. You look smart, sweet, beautiful and what not. Oh daddy. വലിയ വീട് ആണലൊക്കെ ഇല്ല, എല്ലാം മനസ്സിലാക്കി വന്നിരിക്കുക. രാത്രി കയറാൻ ഇങ്ങനെ ഉണ്ടോ കള്ളം? കള്ളനോ? റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടാണോ കള്ളം മോഷിക്കാൻ വരുന്നത്? ഇപ്പൊ അങ്ങനെയും വരുന്നുണ്ട്. സ്വന്തം പോലെ എടുത്തങ്ങ് എറിയാണല്ലോ. ഞാനെന്തോന്ന് കളിപ്പാട്ടോ എടുത്തെറിയാൻ? ഞാൻ സാറിനെ കാണാൻ വന്നതാ. അകത്തേക്ക് വരാൻ പറ ഫ്രെഡി. അകത്തേക്ക് വാ.
ഒറ്റപ്പാലത്തെ സാറിന്റെ കരണഞ്ഞിട്ടപ്പം പറഞ്ഞേച്ച് വന്നതാ. ഇത് മോക്ക് കൊടുക്കാനുള്ളതാ. ഇത് മോടെ കൈ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് ഉപ്പേരി, ഇതിൽ ഉണ്ണിയപ്പം. മോള് ഇത് തന്നെയല്ലേ? പിന്നെ അത് എഴുത്ത് പോക്കറ്റിൽ കിടന്നോണ്ട കാലമാടൻ ഇത് പിടിച്ചു പറിച്ചില്ല. അയ്യോ, അപ്പൊ ഇതാണോ സാറ്? സാർ ഒന്നും തോന്നരുത് സാർ, വെപ്രാളം കൊണ്ട് ആളെ മനസ്സിലായില്ല. മോനെ, ഈ ചെറുപ്പക്കാരൻ നിന്റെ അച്ഛന്റെ ഗുരു പാലക്കാട് കൃഷ്ണഭാഗവതരുടെ കൊച്ചുമോനാ. ഇവരുടെ വീട്ടിൽ നിന്നാണ് നിന്റെ അച്ഛൻ വയലിൻ പഠിച്ചത്. നല്ല കുടുംബ, ക്ഷയിച്ചുപോയി. MA പാസ്സായിട്ടുണ്ട്. ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പയ്യനാ എന്ന് കരുണ ചിറ്റപ്പൻ. എന്താ തന്റെ പേര്? ഹരി. ഉണ്ണി, കൃഷ്ണൻ ഭാവതരുടെ കൊച്ചുമാനാ. കൃഷ്ണൻ ഭാവതരുടെ കൊച്ചുമോന്? അതെ. തന്റെ അച്ഛൻ എന്താ ജോലി? എന്റെ അച്ഛന് ജോലി എന്താ ജോലി? ഇപ്പൊ ജോലി എന്താന്ന് ചോദിച്ചാ മരിച്ചുപോയി. ഈ ഉപ്പേരി ഉണ്ണിയപ്പോ മോളെ ഏൽപ്പിച്ച് ഈ എഴുത്ത് സാറിനെ ഏൽപ്പിച്ച ജോലി റെഡിയാക്കി തരും ഹരികൃഷ്ണ എന്നാണ് ചിറ്റപ്പൻ പറഞ്ഞത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ മുതലാളി തന്നെ അവിടെ മുക്കിനും മൂലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് മുതലാളി പ്രസംഗിക്കുകയും ചെയ്തു. നല്ല ബെസ്റ്റ് പ്രസംഗമായിരുന്നു. എന്റെ വിശ്രമവേളകൾ വയലിൻ വായിച്ച് ഞാൻ ആനന്ദകരമാക്കിയപ്പോൾ സസ്പെൻഷനിലുമായി. സാർ, എന്നെയും കൂടെ ഒന്ന് രക്ഷിക്കണം സാർ. ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ആളാണ് സാറെന്ന് ചിറ്റപ്പൻ പറഞ്ഞു. ഒരു കുടുംബം രക്ഷപ്പെടും സാർ, പുണ്യം കിട്ടും സാർ. അമ്മുവിനെ സ്നേഹിക്കാനും ചിരിപ്പിക്കാനും ഒരു കൂട്ടുകാരനെയാണ് ഇനി ആവശ്യം. അവൾക്ക് വേണ്ടി എനിക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്ന ഒരു കളിപ്പാട്ടമല്ലേ ഈ ചെറുപ്പക്കാരൻ. വാ. നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. വാ.